നമ്മൾ ഡിങ്കപ്പനെ കുളിപ്പിക്കാൻ പോവുകയാണ്. നമ്മളെ ഷാമ്പൂ ഇല്ലേ, നമ്മൾ അന്ന് മേടിച്ച ഷാമ്പൂ ഇട്ടിട്ട് കുളിപ്പിക്കുകയാണ് അവനെ. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബ്രഷ് ഉപയോഗിച്ച് കുളിപ്പിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇത് അത്ര ഹാർഡായിട്ടുള്ള ഇതൊന്നുമല്ല, നല്ല സോഫ്റ്റാണ്. ഇത് കണ്ട, നല്ല ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഇതായി പോവും, ഒന്നും വേദനിക്കില്ല. അതുകൊണ്ട് ഇതുകൊണ്ട് തന്നെയാണ് കുളിപ്പിക്കുന്നത്. നിങ്ങൾ പറഞ്ഞിട്ട് ഇതാക്കിയാന്നൊന്നും വിചാരിക്കരുത്. അത് നമ്മൾ വേദന ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനെ കൊണ്ട് തന്നെ കുളിപ്പിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ ഷാമ്പു. ഇതേ നമ്മളെ ഡിങ്കപ്പൻ്റെയും ഡോണേൻ്റെയും ഷാമ്പു. ഒഴിക്കുകയാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അതിൻ്റെ മറ്റേ ഡിങ്കപ്പൻ ഓടുന്നുണ്ടേ. ഡിങ്കപ്പൻ ഓടിക്കളിക്കുന്നുണ്ടേ. ഇതാ വിനോട്ടന് കുളിക്കാൻ ഇത് തന്നെ മതിയെന്ന്. ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ദേ ഒഴിക്കുന്നു. കുളിക്കാനാണെന്നുള്ളത് ഡിങ്കപ്പന് മനസ്സിലായില്ല കേട്ടാ. അവൻ്റെ വിചാരം എന്തോ കഴിക്കാനാണെന്നാ. വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ വിചാരിച്ചത്ര പ്രശ്നമൊന്നുമില്ല. അടങ്ങിന്നോ അടിയിട്ടു തണുത്താ, നല്ല തണുത്തുണ്ട്. നോക്കിയേ നമ്മൾ വിചാരിച്ചില്ല കേട്ടോ, ഇങ്ങനെയൊന്നും നിന്ന് തരുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. സമാധാനത്തിൽ നിന്നുണ്ടാവാൻ. വെള്ളം ഒന്ന് വേത്താകുന്നൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, ഓക്കെ ആയി. കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി. അങ്ങനെ ഡിങ്കപ്പം കുളിച്ചേ. ഇനി ഡോണേനെയും കുളിപ്പിക്കുകയാണ്. അച്ഛനുണ്ട്, അച്ഛൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അച്ഛനും മോനും കൂടെ ഡോണേനെ കുളിപ്പിക്കുക. ഇനി അടുത്ത പരിപാടി. ഡിങ്കപ്പനെ കുളിപ്പിച്ചു, ഡിങ്കപ്പനെ എടുക്കാൻ. ഇനി ഡോണ പിന്നെ കുളിച്ച് ശീലമുള്ളത് എപ്പോഴും. ഈ ബ്രഷും ഷാമ്പൂ ഇട്ടിട്ട് ആദ്യമായിട്ടെന്ന് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, നിൽക്കുന്നുണ്ടാവും. മേത്ത് വീണ് കഴിഞ്ഞാലേ ഡോണ വെറും എല്ല് പോലെ ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല, വണ്ണം ഉണ്ടാവില്ല. രോമം മാത്രമാണ് അവളുടെ വണ്ണം. കണ്ട, ഡോണേൻ്റെയും കുളി കഴിഞ്ഞു. അപ്പോഴേക്കും നിറച്ച് ചെയ്യാൻ പറ്റിയൊക്കെ വരുന്നുണ്ടോ, നിറച്ച് ചെയ്യാൻ പറ്റാം. കുളിച്ചാ അവൾക്ക് കേൾക്കണ്ട.